പ്രത്യേകിച്ചും റജബ് നോമ്പ് സുന്നത്തായി നോമ്പ് എത്രയും നോൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നൊരു മാസമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കാന യസൂമു, അവിടുന്ന് നോമ്പ് നോൽക്കൂ. ഞങ്ങൾ വിചാരിക്കുന്നു നോമ്പ് നിർത്തൂലേ, ചിലപ്പോൾ നബി ഞങ്ങൾ നോമ്പ് നോൽക്കില്ല, ഞങ്ങൾ വിചാരിച്ചു ഇനി നോമ്പ് നോൽക്കൂലായിരിക്കും. അങ്ങനെ എന്ന് പറഞ്ഞ് കൂടുതലായി റജബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവെന്ന ഹദീസ് ഉലമാ ഉദ്ധരിച്ചിട്ടുണ്ട്, അതിന്റെ പ്രബലതയോടുകൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്രാഈലിന്റെ പ്രത്യേകമായൊരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് നമുക്ക് സുന്നനുകളിൽ ഇല്ല. പക്ഷെ ഉലമാ ചെയ്യാണ് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷങ്ങൾക്ക് രേഖപ്പെടുത്തിയ നിബിതങ്ങളുടെ രീതി നോമ്പായിരുന്നു അല്ലെ. മൂസ നബി അലൈഹിസ്സലാം അവരുടെ ശത്രുവിനെ ഫിർഔനെ മുക്കിക്കൊന്നു എന്ന് പറഞ്ഞ സംഭവത്തിന് അന്നത്തെ ആളുകൾ നന്ദി പറയാൻ വേണ്ടി നോമ്പ് നോറ്റപ്പോഴ ആശുറാന്റെ നോമ്പ്, ടാസുവാന്റെയും ആശുറാന്റെയും നോമ്പ് വരുന്നു. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരാണ്. നോമ്പ് സുന്നത്താണ്. പ്രത്യേകിച്ച് നാളെ എന്താണ് യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസമാണ്. റജബ് മാസമാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിന്റെ പുണ്യങ്ങളും കൊണ്ടൊന്ന് നോറ്റോ, ഇസ്ലാം ഒന്ന് പുറത്തു പോകില്ല. മുമ്പിനെ അള്ളാഹു കൂലി ദയവ് പേടിക്കാതെ നോച്ചോളൂ. അതുകൊണ്ട് കഴിയുന്നവർ നോച്ചോളൂ. നാളെ നോച്ചാൽ മറ്റന്നാളും കൂടെ നോൽക്കൽ സുന്നത്ത് വരും. വ്യാഴാഴ്ച നോച്ചാൽ വെള്ളിയാഴ്ച നോൽക്കാം. അങ്ങനെയാണ്. എന്റെ വെള്ളിയാഴ്ച ഒറ്റക്ക് നോക്കുന്നത് കറാഹത്താണ്. അതുകൊണ്ട് നാളെ വ്യാഴാഴ്ചയാണ്, മുഹറം മാസമാണ്, നോമ്പ് സുന്നത്തുള്ള മാസമാണ്. പിന്നെ ഈ ഒരു മുനാസബത്തുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് സുന്നത്തായിട്ട് ഞാൻ അള്ളാഹുവിന് റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പ് നോക്കുന്നു. ഇത്ര നിയ്യത്ത് ചെയ്താൽ മതി. ഖളാ കൂട്ടാനുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഖളാ കൂട്ടിക്കോ. ഇനി ഒരാൾക്ക് തോന്നി എനിക്കത് തെളിവൊന്നും പോരാ, നീ നോൽക്കണ്ട, കുഴപ്പമില്ല, ഇതെന്തല്ല പ്രബലമായൊരു നോമ്പല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോച്ചേ പറ്റും, അങ്ങനെയൊന്നുമില്ല. നോമ്പാണ്.